റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാണാസുര സാഗർ ഡാം വളരെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റിസോർട്ടിലാണ്. ഏകദേശം 9 കോട്ടേജുകളും ആ 9 കോട്ടേജുകളിലും ചേർന്ന് ഏകദേശം 50ഓളം മെമ്പേഴ്സിന് വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആദ്യം ഇവിടെയുള്ള മെയിൻ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ട ശേഷം നമുക്ക് ഇവിടുത്തെ റൂമുകളിലേക്ക് പോകാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ പൂളിൻ്റെ സൈഡിലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഇൻഫിനിറ്റി പൂൾ ടൈപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല പുറത്തേക്കുള്ള കാഴ്ചകളാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലൊരു പൂളാണ്. ആവശ്യത്തിന് ആഴവും അതേപോലെ തന്നെ നല്ല സ്പേസും, അതായത് നല്ല വലിപ്പമുള്ളൊരു പൂളാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ കുട്ടികൾ ഒക്കെ കൂടെ വരികയാണെങ്കിൽ അവർക്കുള്ള പാർക്കും കൂടെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു. അപ്പോൾ കുട്ടികളുടെ പാർക്കിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് 1-2 സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കപ്പിൾസായിട്ടോ ഫ്രണ്ട്സായിട്ടോ അതല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും ശരി, നിങ്ങൾ ഒരു ഈവനിങ് സമയമാകുമ്പോൾ ഒരു 5 മണി 6 മണിയൊക്കെ ആകുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് നല്ല രീതിയിൽ ഈ ഒരു പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് അവർ ഈ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഒരെണ്ണം അപ്പുറത്തുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും ഒരേ വ്യൂ തന്നെയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഇനി നമുക്ക് കിഡ്സ് ഏരിയയിലേക്ക് പോകാം. ഈ ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പ്ലാന്റ്സൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ഇത് കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ കിഡ്സ് ഏരിയയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ ക്യാമ്പ് ഫയറിനും അതേപോലെ തന്നെ ബാർബിക്യൂടെയും ഏരിയ കൊടുത്തിട്ടുള്ളത്. വളരെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം പകൽ സമയം ആയതുകൊണ്ട് അത്ര നല്ലൊരു ആംബിയൻസ് നിങ്ങൾക്ക് കിട്ടില്ല. നൈറ്റ് കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് ഷോ മാറും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്യാമ്പ് ഫയർ ഏരിയയിൽ നിങ്ങൾക്ക് ഇരിക്കാനൊക്കെയുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നല്ല സൗണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ കിഡ്സ് ഏരിയയും കൂടെ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിഡ്സ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ തന്നെ ഒരു കോർണർ ഭാഗത്തേക്കാണ് കിഡ്സ് ഏരിയ വരുന്നത്. സീസോയും അതേപോലെ തന്നെ സ്വിങ്സ്, പിന്നെ സ്ലൈഡർ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ കൊണ്ട് വരുന്നവർ അവരുടെ ഒരു ആക്ടിവിറ്റീസ് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ഷട്ടിൽ കോർട്ടും മറ്റു കാര്യങ്ങളും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. റിസപ്ഷൻ്റെ തൊട്ട് സൈഡിലാണ് ഇവിടുത്തെ ഈ ഒരു ഷട്ടിൽ കോർട്ട് വരുന്നത്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് അവരുടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഷട്ടിൽ കോർട്ട് നിന്ന് നേരെ നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ക്യാരംസിൻ്റെ ഒരു ചെറിയൊരു ഗെയിം സെൻ്ററായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഷട്ടിൽ കോർട്ട് ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ക്യാരംസ് വേണമെങ്കിൽ അതും കളിക്കാം. അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഗ്രൗണ്ടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേസ്റ്റ് ബിന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അതിൽ തന്നെ കൊണ്ടുവരട്ടോ. പരമാവധി ഇവിടെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് റിസപ്ഷൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ അവരൊരു കഫേയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കഫേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് അതേപോലെ തന്നെ ബിസ്ക്കറ്റ്സ് മറ്റ് ചിപ്സും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. റിസപ്ഷൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് അവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 20 മെമ്പേഴ്സിന് വരെ ഒരേ സമയം ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സാണ് അവർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ മറ്റ് ഫുഡുകൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ വരുന്ന സമയത്ത് കോമൺ കിച്ചൺ ആവശ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോമൺ കിച്ചണും കൂടെ അവർ തരുന്നതായിരിക്കും. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ വോളിബോൾ കോർട്ടും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ചെറുതാണ്, അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ ഈ ഒരു റിസോർട്ടിലേക്ക് കയറി വരുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു വോളിബോൾ കോർട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വോളിബോളൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ചിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും മെയിൻ ആക്ടിവിറ്റീസാണ് ഇവിടെ ഈ ഒരു റിസോർട്ടിൽ മെയിനായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കാറ്റഗറി ഓഫ് റൂംസ് എന്ത് ചെയ്യാം ഒന്ന് കണ്ടിട്ട് വരാം.